അങ്ങനെയെങ്കിൽ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളില്ലാതെ നോക്കിയാൽ പോരെ? സ്വഭാവത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാതെ നോക്കിയാൽ പോരെ? മാനസിക അവസ്ഥയിൽ തകരാറുകൾ ഉണ്ടാകാതെ നോക്കിയാൽ പോരെ? ഈ ലോകം എത്ര സുന്ദര സുലഭമായിരിക്കും, എത്ര സുതാര്യമായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു. ഒരു വ്യക്തി ജനിച്ച് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ ഏതാണ്ട് 23 വയസ്സ് വരെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, മാനസികാവസ്ഥയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ കഴിഞ്ഞാൽ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അതിനപ്പുറം ഗംഭീരമായിട്ടുള്ളതാണ്. അപ്പൊ 23 വയസ്സ് വരെ എന്നൊക്കെ പറയാനുള്ള ഒരു കാരണത്തെ കുറിച്ച് നമുക്ക് പിന്നാലെ സംസാരിക്കാം. 23 വയസ്സ് വരെ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏതാണ്ട് ഒരു 23 വയസ്സ് വരെ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല, മാനസികാവസ്ഥയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ 23 വയസ്സ് വരെ ഈ പറഞ്ഞ 3 ഘടകങ്ങളിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും തകരാറുകളും ഉണ്ടാകാതെ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ്. പിന്നെ സൊസൈറ്റിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഇതെല്ലാം ചേർന്നതാണ് സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബം അല്ലെങ്കിൽ വീട്, വിദ്യാലയം എന്ന് പറയുന്ന 2 ഘടകങ്ങൾക്ക് കുട്ടിയുടെ സ്വഭാവത്തെ നന്നായിട്ട് തേച്ചു പിടിക്കാൻ കഴിയും. കുട്ടിയുടെ പെരുമാറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വീടിനും വിദ്യാലയത്തിനും കഴിയും. അവിടെയാണ് ഇതൊരു ആർമിയായി മാറുന്നത്. അധ്യാപകർ എന്ന് പറയുന്നത് ഒരു ആർമിയായി മാറുന്നത് അവിടെയാണ്. നമുക്ക് എങ്ങനെ കുട്ടിയുടെ സ്വഭാവത്തെയും കുട്ടിയുടെ പെരുമാറ്റത്തെയും പരിഷ്കരിക്കാം എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം പരിഷ്കരണത്തിന് ഒരു റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു അർത്ഥം വന്നു. കുട്ടികളെ റീസ്ട്രക്ചർ ചെയ്യണ്ട, കുട്ടികളെ എന്ത് ചെയ്താൽ മതി? സ്ട്രക്ചർ ചെയ്താൽ മതി എന്നുള്ളതാണ്. റീസ്ട്രക്ചറിന് ആവശ്യമായത് കുഴപ്പങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് അവരെ റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരുന്നത്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഏറ്റവും പ്രധാനമായ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് പറയുന്ന പേര് തന്നെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ഏറ്റവും പുതിയ സാങ്കേതിക പദം. അങ്ങനെയാണ് പറയുന്നത്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. കാരണം കുഴപ്പത്തിലായിപ്പോയ, തകരാറിലായിപ്പോയ, പ്രശ്നങ്ങളിലായിപ്പോയ ഒരാളിന്റെ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യപ്പെടേണ്ടി വരുന്നു? റീസ്ട്രക്ചർ ചെയ്യേണ്ടി. അപ്പൊ കുട്ടികൾക്ക് റീസ്ട്രക്ചറിങ് വേണ്ട, കുട്ടികൾക്ക് സ്ട്രക്ചറിങ് മതി. എന്തിനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വഭാവം, പെരുമാറ്റം, മാനസികാവസ്ഥകൾ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് പൊതുവെ നമ്മൾ പഠിച്ചു വരുന്ന, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളിൽ നമുക്കറിയാം, ബ്രെയിനിന് നിരവധിയായ ഘടകങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ബ്രെയിനിന്റെ 2 ഭാഗങ്ങൾ മാത്രം പരിചയപ്പെടും. സാധാരണ നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിൻ എന്നും റൈറ്റ് ബ്രെയിൻ എന്നും നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ഇവിടെ നമുക്ക് മനസ്സിന്, നമ്മുടെ തലച്ചോറിന് 2 ഘടകങ്ങളുണ്ട്, 2 പാർട്ട് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് ചില ഉദാഹരണങ്ങൾ പറയുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്നത് രാജീവ് സാറാണ്. അതുപോലെ എൻ്റെ നേർക്ക് മുമ്പിലിരിക്കുന്ന ഒരു ഫ്രെയിം എടുത്ത് ഈ 4 പേരെ എടുത്താൽ ഒരു ടീച്ചർ ഇരിക്കുന്നു, ഇപ്പുറത്ത് 2 ടീച്ചേഴ്സ് ഇരിക്കുന്നു, ഒരു സാർ ഇരിക്കുന്നു. റൈറ്റ്? കറക്റ്റ് അല്ലേ ഇത്? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇത് പറയാൻ ആർക്കാ പറ്റാത്തതെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും പറയാൻ പറ്റില്ല, ഇത് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. ഞാൻ വളരെയേറെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ ഇരിക്കുന്നു, സാർ ഇരിക്കുന്നു, ടീച്ചർ. കറക്റ്റ് അല്ലേ? ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി സാർ അല്ലെങ്കിൽ മെയിൽ പേഴ്സൺ, സാർ മീൻ നോട്ട് ആസ് എ ടീച്ചർ ബട്ട് ആസ് എ റെസ്പെക്റ്റീവ് പേഴ്സൺ ഇസ് സാർ. അപ്പൊ ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ഇവിടെ നിൽക്കുന്ന ഒരു ആനിമലിന് പറയാൻ പറ്റില്ല, ഒരു മനുഷ്യന് മാത്രമേ പറയാൻ പറ്റൂ. ഇതൊരു ലേഡിയാണ്, എൻ്റെ വീട്ടിൽ പെങ്ങൾ നിൽക്കുന്നു, ഇതെന്റെ പെങ്ങളാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു. മനുഷ്യനെ പറയാൻ പറ്റും. അച്ഛനെ എനിക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. ഇത് മറ്റു മൃഗങ്ങൾക്കൊന്നും കഴിയില്ല. നമ്മളടക്കമുള്ള സസ്തനികളിൽ മറ്റു സസ്തനികൾ വരെയുണ്ട്. പശു ഒരു സസ്തനിയാണ് നമ്മൾ പഠിക്കുന്നത്. പശുവിന് അതിന്റെ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയുന്നത് 2, 3, 4 വർഷങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഈ പശുവിന് ഇണചേരാൻ കഴിയും. മനുഷ്യനത് സാധ്യമല്ല. മനുഷ്യന് കൃത്യമായി മകൻ, മകൾ, ആങ്ങള, പെങ്ങൾ തുടങ്ങിയ റിലേഷൻഷിപ്പുകൾ
മനുഷ്യന് കൃത്യമായിട്ട് പുലർത്താൻ കഴിയുന്നു. അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് രാജീവ് സാറാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതും, അത് ടീച്ചറാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതും, ഒരു മാഡമാണ് ഞാൻ എന്ന് ഞാൻ പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ കോഗ്നിറ്റീവ് ബ്രെയിൻ വളരെ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യന് മാത്രമേ ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. കോഗ്നിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്ന, മലയാളം പറഞ്ഞാൽ ബൗദ്ധിക മസ്തിഷ്കം എന്ന് മലയാളം പറയാം. അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ് കോഗ്നിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അത് ഈ ഭാഗമാണ് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗമാണ്. തലച്ചോറിന്റെ മുൻഭാഗം എന്ന് പറയുന്ന ഫ്രോണ്ടൽ ലോബ് എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത്. 2 വയസ്സായ ഒരു പെൺകുട്ടി ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നാൽ അത് 2 വയസ്സായ പെൺകുട്ടിയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 11 വയസ്സായ പെൺകുട്ടിയാണ് എന്ന് എനിക്കറിയാം. അവൾ കൊച്ചുകുട്ടിയാണ്, എൻ്റെ മകളുടെ പ്രായമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയണം. ബസ്സിൽ നമ്മുടെ സീറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാസഞ്ചർ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ എന്നാൽ അതൊരു മാഡമാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങാം, ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങും എന്ന് കൃത്യമായിട്ട് ആ ബഹുമാനത്തോടു കൂടി നമുക്ക് അവരെ കാണാൻ കഴിയണമെങ്കിൽ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് എന്ത് ചെയ്താലേ പറ്റൂ? ഡെവലപ്പ് ചെയ്താലേ പറ്റൂ. അപ്പൊ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെ ആയിരിക്കണം, നേരത്തെ പറഞ്ഞ എൻ്റെ പെരുമാറ്റം എന്തായിരിക്കണം, എൻ്റെ സ്വഭാവം എന്തായിരിക്കണം, എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്കത് വ്യവച്ഛേദിച്ചു തരുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഈ മുൻഭാഗമായ കോഗ്നിറ്റീവ് ബ്രെയിൻ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബാണ്. അത് മനസ്സിലാക്കാൻ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ സ്വഭാവം എന്തായിരിക്കണം, എൻ്റെ പെരുമാറ്റം എന്തായിരിക്കണം എന്നുള്ളത് മാത്രമല്ല, എല്ലാ പക്ഷിമൃഗാദികൾക്കും മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ത്വരയുണ്ട് എന്ന് പറയുന്നത് പോലെ മനുഷ്യന് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ത്വരയുണ്ട്. പക്ഷെ എല്ലാ പക്ഷിമൃഗാദികളും അവയ്ക്ക് എപ്പോഴാണ് മലമൂത്ര വിസർജനം ചെയ്യാൻ തോന്നുന്നത് അപ്പൊ അവിടെ വെച്ച് ചെയ്യും. മനുഷ്യനും അനുകൂലമായ സാഹചര്യം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് മനുഷ്യന് കഴിയും. ഇപ്പൊ തന്നെ ഒരു ടീം ബ്രേക്ക് തന്നു. ഇനി ഞാനൊരു 10-15 മിനിറ്റ് കൂടെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോ നിങ്ങളിൽ ആർക്കൊക്കെയോ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഇത് കഴിയുമല്ലോ എപ്പോഴായാലും, ഇത് നിർത്തട്ടെ, ഒരു ബ്രേക്ക് വരട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ 6 മാസം പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ അത് ഇയാൾ ക്ലാസ് നിർത്തട്ടെ എന്നൊന്നും അത് വിചാരിക്കില്ല. ഈ വർക്ക്ഷോപ്പ് കഴിയട്ടെ എന്നൊന്നും അത് വിചാരിക്കില്ല. അതിന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ അത് അവിടെ വെച്ച് യൂറിൻ പാസ് ചെയ്യും. അല്ലേ? ശരിയല്ലേ? അത് എന്താ കാരണം? ആ 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കോഗ്നിറ്റീവ് ബ്രെയിൻ അഥവാ ഫ്രോണ്ടൽ ലോബ് എന്ത് ചെയ്തിട്ടില്ല? ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഫ്രോണ്ടൽ ലോബ് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നത്. എങ്ങനെ ഡ്രസ് ചെയ്യണമെന്നും എങ്ങനെ കൈകാലുകൾ ചലിപ്പിക്കണമെന്നും കസേരയിൽ ഇരുന്നാൽ അത് എങ്ങനെ ഇരിക്കണമെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ എല്ലാ പെരുമാറ്റ രീതികളും എല്ലാ സ്വഭാവ രീതികളും എല്ലാ മാനസികാവസ്ഥകളും നിൽക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബ് അഥവാ ബൗദ്ധിക മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. അത്രയും ക്ലിയർ ആയില്ല അല്ലേ? അത്രയും ക്ലിയർ ആയില്ല. ഈ ഫ്രോണ്ടൽ ലോബ് കൂടാതെ സെറിബ്രത്തിന് വേറെ 3 ലോബുകൾ കൂടെ ഉണ്ട്. സെറിബ്രൽ കോർട്ടക്സിന് 4 ലോബുകളാണുള്ളത്. ടെമ്പോറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്. അങ്ങനെ 4 ലോബുകളാണ് സെറിബ്രൽ കോർട്ടക്സിനുള്ളത്. ഇവിടെ പറയാം, ടെമ്പോറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്. ഇതിൽ ആദ്യം പറഞ്ഞ ടെമ്പോറലും ഓക്സിപിറ്റലും പരേറ്റലും എല്ലാം വളരെ കുട്ടിക്കാലം മുതലേ ഡെവലപ്പ് ചെയ്ത് കഴിയും. അത് ഡെവലപ്പ് ചെയ്യാത്ത ഒരാൾ ഇതിനകത്തിരിക്കില്ല. എന്നാൽ ഫ്രോണ്ടൽ ലോബ് അങ്ങനെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഫ്രോണ്ടൽ ലോബ് അതിന്റെ പൂർണ്ണതയിലെത്താൻ, പൂർണ്ണമായും അത് വികാസം പ്രാപിച്ചു വരാൻ ഒരു 22-23 വയസ്സെങ്കിലും വേണ്ടി വരും. കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു 19 മുതൽ 25 വയസ്സിനിടയിൽ മാത്രമേ ഫ്രോണ്ടൽ ലോബ് എന്ത് ചെയ്യൂ? ഡെവലപ്പ് ചെയ്ത് തീരും.
എന്ന് വിചാരിച്ച് 22-23 വയസ്സായി 23 വയസ്സായ എല്ലാവർക്കും ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇവിടെ 58 വയസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ഒരുപാട് പേർ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു. അങ്ങനെ കൂടെ മനസ്സിലാക്കിക്കോളാം. അല്ലാതെ കൃത്യമായി 22-23 ഡെവലപ്പായി എന്ന് വിചാരിക്കരുത്. അത് പൂർണ്ണമായും ഡെവലപ്പ് ആവണമെങ്കിൽ ഒരു 22-23 വയസ്സ് വേണ്ടി വരുമെന്നാണ് ഈ പറഞ്ഞു വരുന്ന അർത്ഥം. 19 മുതൽ 25 വയസ്സിനിടയിൽ മാത്രമേ അത് മാക്സിമം ഡെവലപ്പ് ചെയ്യൂ. ഇങ്ങനെ ഈ ഫ്രോണ്ടൽ ലോബിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കൾക്കുള്ളത്, അധ്യാപകർക്കുള്ളത്. നിങ്ങളുടെ പ്രൈമറി ആൻഡ് ഡോമിനന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്ന് ഒരു അധ്യാപകനും വിചാരിച്ചുകളെ. പഠിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രൈമറി ആൻഡ് ഡോമിനന്റ് ഒബ്ജക്റ്റീവ്. അത് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിൽ പറയുന്ന കാര്യമാണ്. ഇതൊരു ലഹരി വിരുദ്ധ ശില്പശാലയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിന് പ്രസക്തിയില്ല. എന്നാലും ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും പ്രധാന ഒബ്ജക്റ്റീവ് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഏത് മെത്തഡോളജി സ്വീകരിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓരോ കുട്ടിയിലും എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവുകളിൽ ഒരു ചെറിയ കാര്യം മാത്രമാണ് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. 22 വർഷം കുട്ടി പഠിക്കാൻ പറയുകയാണ്. ലോകമെമ്പാടും പറയുന്ന ഒരു കാര്യമാണ് 22 വർഷം പഠിക്കണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മളിപ്പോ പറയുന്നത്? എന്താണ് കണക്ക് നോക്കാം നമുക്ക്. 22 വർഷം പഠിക്കണം. 10ാം ക്ലാസ് 15 വയസ്സ്, പ്ലസ് 2 17 വയസ്സ്, ഗ്രാജുവേഷൻ 20 വയസ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ 22 വയസ്സ്. പിന്നെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ആണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയാണ് ഏറ്റവും പ്രധാനം. പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെയല്ലേ? പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 17 അല്ലേ? പ്ലസ് MBBS, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് എന്തെടുത്താലും +5. അപ്പൊ 17 + 5 22. 22 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് നീ ആർജിച്ച നോളേജിലൂടെ, 22 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് നീ ആർജിച്ച ഇൻഫർമേഷനിലൂടെ, 22 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് നീ ആർജിച്ച കോൺസെപ്റ്റിലൂടെ, വാക്കുകൾ മറന്നുകൊണ്ടേ, ഇത്രയും ഗൗരവമായിട്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. താമസിച്ചുകൊണ്ടാണ് ഞാനും ഒന്ന് ഗൗരവമായി പോകുന്നത്. നിങ്ങൾ ഇത്രയും ഗൗരവത്തിലിരുന്ന് ഇനി അങ്ങോട്ട് എനിക്ക് പേടി തോന്നും. സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നതന്നെ ശരിയല്ലേ, പക്ഷെ അതിനെ ഇങ്ങനെ പേടിപ്പിക്കരുത്. സന്തോഷത്തോടെ ഇരിക്കും. ഞാനും ആകെ സീരിയസ് ആയി പോയതുപോലെ. സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഒരു ആമുഖം പറയാനുള്ള സമയം പോലും ഇല്ലാതെ പോയത് അതുകൊണ്ടാണ്. അപ്പൊ വളരെ കൂളായിട്ട് കേട്ടിരിക്കും. 3 വാക്കുകൾ നമ്മൾ ചുമ്മാ പറഞ്ഞു. എന്തൊക്കെയാ? 22 വർഷം നീ പഠിച്ചതിലൂടെ നേടിയ നോളേജ്, 22 വർഷത്തെ പഠനത്തിലൂടെ ആർജിച്ച ഇൻഫർമേഷൻ, 22 വർഷത്തെ പഠനത്തിലൂടെ ആർജിച്ച കോൺസെപ്റ്റ്. ആ 3 കാര്യങ്ങളിലൂടെ മാത്രമേ ഫ്രോണ്ടൽ ലോബിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഭക്ഷണത്തിൽ നല്ല പ്രോട്ടീൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം. അത് അത്യാവശ്യമാണ്. കുട്ടികൾക്ക് നല്ല പ്രോട്ടീനുള്ള നല്ല ഭക്ഷണം കൊടുക്കണം. പക്ഷെ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ കണ്ടെത്തിയാൽ അവർക്ക് ഈ അമിതമായ പ്രോട്ടീൻ ഭക്ഷണം ഒഴിവാക്കുകയും വേണം. അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇന്ന് അധ്യാപകർക്ക് നല്ല ധാരണയുള്ള കാര്യങ്ങളാണ്, അല്ലേ? പ്രോട്ടീൻ നന്നായിട്ട് വേണം. എന്തിന്? പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ അമിനോ ആസിഡ് തലച്ചോറിന് ഉണ്ടാവൂ. അമിനോ ആസിഡ് നന്നായിട്ട് തലച്ചോറിൽ ഉണ്ടായാൽ മാത്രമേ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. പാല്, എഗ്ഗ്, അല്ലേ, സോയാബീൻ, ചീസ്, ബീഫ്, ഇങ്ങനെയുള്ള നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. ജങ്ക് ഫുഡുകൾ, അജിനോമോട്ടോ ചേർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതിലേക്കൊന്നും നമ്മൾ കൊണ്ട്, അത് വേറെ വിഷയമാണ്. അപ്പൊ പ്രോട്ടീൻ സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നതോടൊപ്പം നോളേജ്, ഇൻഫർമേഷൻ, കോൺസെപ്റ്റ്, ഈ 3 കാര്യങ്ങളിലൂടെ വളരെ നന്നായിട്ട് 22 വർഷത്തെ പഠന പ്രക്രിയകളിലൂടെ ലഭിക്കുമ്പോഴാണ് ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ ഫ്രോണ്ടൽ ലോബിന് നമ്മൾ കൊടുത്ത പേരാണ് എന്തെന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് ബ്രെയിൻ. അപ്പൊ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ വേണം.
ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിങ് വേണം എന്നുള്ള അത് വരുമ്പോഴാണ് പെരുമാറ്റം ശരിയാവുന്നത്. അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, കുടുംബാംഗങ്ങളോട് എങ്ങനെ പെരുമാറണം, അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന സാധനം ഈ ഫ്രോണ്ടൽ ലോബിൽ നിന്ന് വരുന്നതല്ലേ? എന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബല്ലേ? എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഫ്രോണ്ടൽ ലോബല്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കുട്ടിയും കുഴപ്പക്കാരായി ജനിക്കില്ല, ഒരു കുട്ടിയും പ്രശ്നക്കാരായി ജനിക്കില്ല, ഒരു കുട്ടിയും തകരാറിലൂടെ ജനിക്കില്ല. ആകെ പ്രശ്നം ഉണ്ടാകുന്നത് പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാനസികാവസ്ഥയിലുമാണ്. അയ്യോ, അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വഭാവം, പെരുമാറ്റം, മാനസികാവസ്ഥ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അത് ട്രാൻസ്പെറന്റ് ആവണമെങ്കിൽ ഫ്രോണ്ടൽ ലോബ് നല്ല സ്ട്രക്ചേർഡ് ആവണം. ഇത് കറക്റ്റായിട്ട് സ്ട്രക്ചറിങ്ങിന് പ്രയാസമുള്ള ചില കുട്ടികളുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെ. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ അല്പം പ്രയാസം അനുഭവപ്പെടും. പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത്, ഒരല്പ യത്നം അതിനകത്ത് ആവശ്യമാണ്. ഓട്ടിസ്റ്റിക് ആയ കുട്ടികളിൽ ഈ ഭാഗത്തെ ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. CP സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളിൽ അല്പം പ്രയാസമാണ്. മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളിൽ അല്പം പ്രയാസമാണ്. ഇതൊന്നും അല്ലാത്ത ഒരു കുട്ടിയിൽ രക്ഷിതാവിനും അധ്യാപകർക്കും ഈ സമൂഹത്തിനും ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നിട്ടും എന്താണ് നമ്മുടെ മക്കൾ ബിഹേവിയറിലും ക്യാരക്ടറിലും മെന്റൽ സ്റ്റാറ്റസിലും ഇത്രമാത്രം വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഇന്നിവിടെ ചർച്ചാ വിഷയമായിട്ട് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ലഹരി എത്ര വിധമാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലഹരിയുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സമയം അനുവദിക്കുകയാണെങ്കിൽ മാത്രം വേറെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി ലഹരിയിൽ എത്തരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലഹരിയിൽ എത്തിപ്പോയ ആളുകളെ ചികിത്സയ്ക്ക് വിധേയമാവുക, പിന്നാലെ വരുന്ന ഒരു തലമുറയിലെ ഒരു കുട്ടി പോലും ലഹരിയിൽ എത്താതിരിക്കുക എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. വിമുക്തി പ്രവർത്തിക്കുന്നത് ആ അജണ്ട വെച്ചിട്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. രോഗാതുരതയായിപ്പോയ അഡിക്ഷൻ എന്ന് പറയുന്ന, ആസക്തി എന്ന് പറയുന്ന രോഗത്തിൽ എത്തിപ്പോയതിനെ ചികിത്സിച്ച് ഭേദമാക്കുക. ഒരു പുതിയ ഒരാൾ പോലും എന്തിലെത്തരുത്, അഡിക്ഷനിലേക്ക്, ആസക്തിയിലേക്ക് എത്തരുത്. ഇത് മാത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ അതിന് പ്രിവെൻഷനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിവെൻഷന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ക്യാരക്ടർ, ബിഹേവിയർ, മെന്റൽ സ്റ്റാറ്റസ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റ് ആക്കാനേ ഒരു ടീച്ചറിനുള്ള പങ്കെന്ന് പറയുന്നത്, പാർട്ടെന്ന് പറയുന്നത് വളരെ വളരെ നല്ലതാണ്, വളരെ കാര്യമാണ്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. ഇത് എങ്ങനെ നമുക്കതിനെ റെക്ടിഫൈ ചെയ്യണം എന്ന് നമ്മൾ അറിയണമെങ്കിൽ ബ്രെയിനിന്റെ വേറൊരു ഭാഗം കൂടെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പരിചയപ്പെടാൻ. അല്ലാതെ ഇത് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? കോഗ്നിറ്റീവ് ബ്രെയിൻ അല്ലെങ്കിൽ ഫ്രോണ്ടൽ